നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എല്ലാവരും നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് പോയാലോ? ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. മിക്കുവിന് ഫ്രണ്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് മിക്കു ഫ്രണ്ട് ഇരിക്കുകയാണ്, ഞാൻ പുറകിലാണ് ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയാണ്. ഞങ്ങൾ ഈ റോഡിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ആ കണ്ണാടി കൂടെ എൻ്റെ അമ്മ വീഡിയോ എടുക്കുന്നത് കാണാമല്ലേ? എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. മിക്കു കൈവച്ചൊക്കെ മറിച്ചു, അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. മിക്കു ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഹായും ബായൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മിക്കു ശരിക്കും ഈ സ്ഥലത്ത് പോയിട്ടില്ല, പോയതായിട്ട് മിക്കുവിന് പരിചയമില്ല. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. മിക്കു പോയത് 3-4 മാസം ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് മിക്കു പോയത്. അത് ഇനി 2 വയസ്സിൽ, അതവൾക്ക് ഓർമ്മയൊന്നും കാണൂല. ഫസ്റ്റും സെക്കൻഡും പോയ ഓർമ്മയില്ല. പക്ഷേ അത് കഴിഞ്ഞ് കുറേ മാസത്തിന് ശേഷം നമ്മൾ ഇന്നാണ് പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. മിക്കു ഈ കൈ കാണിക്കുന്ന ഒരു ആൻറ്റിയുടെ കടയും വീടും കൂടി ചേരുന്നതാണ്. ഇതാണ് ആൻറ്റിയുടെ കട. ഇതിൻ്റെ ബാക്കിലാണ് വീട്. ഈ ആൻറ്റിയുടെ കടയിൽ നമ്മൾ ഇടയ്ക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ മിഠായി വാങ്ങിക്കാനായിട്ട് ഇറങ്ങും. അതിനാണ് നമ്മൾ ഇത് ഇറങ്ങാറ്. പണ്ട് കുപ്പി സോഡയൊക്കെ വാങ്ങിച്ച് കുടിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാലേ എൻ്റെ അച്ഛനും അമ്മയും ബോധം കിട്ടി വീഴും. കാരണം ഞാനും മിക്കും അത്രയ്ക്കൊന്നും നന്നായില്ല, പക്ഷേ ഈ പണ്ടത്തേനെക്കാട്ടി കുറച്ച് കുറവുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. പേര് കിണ്ട എന്നാണ്. ഇവിടുത്തെ ആൻറ്റി അങ്കിളൊക്കെ ഞങ്ങളെ വീഡിയോസിലും കാണാറുണ്ടെന്ന് അച്ഛൻ്റെ അടുത്ത് പറയും. അച്ഛൻ ഗെയിമിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മിക്ക ദിവസങ്ങളിലും വാങ്ങാറ്. അപ്പോൾ ആൻറ്റി അങ്കിളെ താങ്ക് യു. ഇത് ഞങ്ങളുടെ വേങ്ങോടാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏകദേശമുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും ഞാനിപ്പോൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. അപ്പോൾ ഇനി അതങ്ങ് പറയാം. ഞങ്ങൾ വെള്ളാണിക്ക് പാറമുകളിലോട്ടാണ് പോകുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിരുന്നു പോകേണ്ടത്. അച്ഛൻ ഈ ഇടതോട് തിരിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊരു ചായക്കടയാണ്, പഴയ മോഡലിൽ ഒരു ചായക്കടയാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞ് അങ്ങ് പോയി. നമ്മൾ കാര്യം വിട്ടുപോയി. പിന്നെ തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഈ വഴി കൂടെ പോകുന്നില്ല, ഞാൻ അങ്ങ് പോയാനെ. അങ്ങനെ പറഞ്ഞതേ ഞങ്ങൾ സംഭവ സ്ഥലത്തെത്താറായി കേട്ടോ. മിക്കു എന്തൊക്കെയോ കാണാൻ തുടങ്ങി സന്തോഷത്തിൽ മിക്കു ചാടിയോടി നിൽക്കുകയാണ്. കൈപ്പോലും ആരെയും പിടിക്കുന്നില്ല. ഇതേ ആ കാണുന്ന ചായക്കടയിൽ നിന്ന് ചായ കുടിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. പക്ഷേ അവിടെ ആ തെരുവ് പട്ടികളുടെ ശല്യവും പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കവിടെ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുടിച്ചില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് കുടിച്ചില്ല. ഇത് ഞങ്ങളങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഒരു വണ്ടി എടുക്കുന്നു. ഷൂട്ടിങ്ങിനോ എന്തിനോ വന്ന വണ്ടിയാണ്. അതിൻ്റെ പുറകിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫേവറേറ്റ് ആയ ഉപ്പുമുളകിൽ ഒരു അങ്കിളിൻ്റെ ഫോട്ടോയായിരുന്നു അത്. അതിൻ്റെ ഷൂട്ടിങ്ങാണ് മുകളിലെന്ന് പറഞ്ഞ് ഞാൻ ചാടി ഓടി പോവായിരുന്നു. ഫസ്റ്റ് ഞാൻ ഓടുമായിരുന്നു, പക്ഷെ അവിടെ ചെന്നപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. ഏതോ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. ഇത് അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ ചെന്നത്. സൺസെറ്റും കാണാൻ പറ്റി. ഒരു 6:15 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. എന്ത് ഭംഗിയാണെന്നറിയോ സൺസെറ്റ് കാണാൻ. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായാണ് വന്നത്. എല്ലാ ദിവസവും നമ്മളിവിടെ വരുമ്പോൾ അമ്പലത്തിൽ കയറിയിട്ടാണ് പോവാറ്. പക്ഷേ ഇന്ന് അമ്മ പറഞ്ഞു അമ്പലം തുറക്കില്ലെന്ന്. ചൊവ്വയും വെള്ളിയാണ് അവിടെ പൂജയുള്ളതെന്നാണ് എൻ്റെ അറിവ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ആയിരാവല്ലി തമ്പുരാൻ ക്ഷേത്രം എന്നാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറയുന്നത് മഹാദേവനാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവമാണ് മഹാദേവൻ. ടി വിയിൽ കാണിക്കുന്ന മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും എപ്പിസോഡ് എന്നും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദൈവമാണ് മഹാദേവൻ. ഈ ടി വിയിലെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ഒരുപാട് കഥകൾ മനസ്സിലായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഏത് ദൈവമായാലും ദൈവത്തിൻ്റെ കഥയിൽ ബന്ധപ്പെട്ട ഏത് കഥ വായിച്ചാലും കേട്ടാലും
കണ്ടാലും നമുക്ക് നന്മയേ വരുത്തുള്ളൂ. കാരണം അതിലെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഈ അമ്പലത്തിൽ ഉത്സവ സമയത്ത് നല്ല ഭംഗിയാണ്. പാറയുടെ മുകൾ സൈഡല്ലേ, അപ്പോൾ നല്ല ലൈറ്റൊക്കെ തൂക്കി നല്ല രസമാണ്. ഇവിടുത്തെ തേരുവിളക്ക് നല്ല പ്രസിദ്ധമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൽബത്തിൻ്റെ ഷൂട്ടിങ്. ഞങ്ങൾ ഒരുപാടൊന്നും ഇവിടുത്തെ അല്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഈ വെള്ളാനിക്കപ്പാറ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ മിനി പൊന്മുടി എന്നാണ്. സത്യത്തിൽ ഒന്നും അറിയാതെയാണ് ഞങ്ങൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. വ്ലോഗിൽ പറയാൻ വേണ്ടി അമ്മ കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുത്തതാണ്. അത് ഞാൻ നിങ്ങളുമായി പറഞ്ഞതാണ്. ഇതിൻ്റെ അടിയിൽ പുലിച്ചാണി എന്ന് പറയുന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലൊന്നും പോയില്ല, പറയാൻ കേട്ട അറിവേ ഉള്ളൂ. അപ്പോൾ ചില്ലറക്കാരിയൊന്നും അല്ല ഞങ്ങളുടെ സ്വന്തം വെള്ളാനിക്കപ്പാറ. അവിടെ ചെന്നപ്പോൾ എനിക്ക് മിക്കുവിന് ഒരു ഡാൻസ് കളിക്കണമെന്ന് തോന്നി. അങ്ങനെ എടുത്തതാണ് ഞാൻ മിക്കു. ഞങ്ങൾ കുറച്ച് സ്പീഡ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഓടി ഓടി കളിക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ആ വെള്ളാനിക്കപ്പാറയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഇത് പോത്തങ്കോടുള്ള ചായമക്കാനി എന്ന് പറയുന്നൊരു ഹോട്ടലാണേ. ഹോട്ടലിൽ എത്തുമ്പോഴാണ് എൻ്റെ ഡാൻസും പാട്ടൊക്കെ അങ്ങ് പീക്കിൽ വന്ന് എത്തുന്നത്. മിക്കു നല്ല ഉറക്കത്തിലായിരുന്നു. കാരണം ഉച്ചയ്ക്ക് മിക്കു ഉറങ്ങിയില്ല. ഹോട്ടലിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ മിക്കു എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ പോലും ശ്രദ്ധിക്കുന്നില്ല മിക്കു കോട്ടുവായിടുന്ന കണ്ടോ? ഞങ്ങൾ മൊത്തത്തിൽ എൻ്റെ അകത്ത് പോകുന്ന രീതിക്കാണ് മിക്കു കോട്ടുവായിടുന്നത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ബൈ ബൈ, ഐ ലവ് യു.